ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിലെ നമ്മുടെ 4ാമത്തെ യൂണിറ്റിൻ്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സ് എന്ന നമ്മുടെ യൂണിറ്റിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ റീഡിംഗ് ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ദ സ്റ്റോൺ സൂപ്പ് എന്നുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ചോദ്യോത്തരങ്ങളാണ്, ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഥ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ് കണ്ടു നോക്കുക, അതിനുശേഷം ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കുക. അപ്പോഴാണ് നമുക്ക് ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോയാലോ. ഒന്നാമത്തെ ആക്ടിവിറ്റി മാച്ച് ദ ഫോളോയിങ് ആണ്. ഡ്രോ ലൈൻസ് ടു മാച്ച് ദ ക്യാരക്ടേഴ്സ് വിത്ത് ദെയർ ആക്ഷൻസ് ഫ്രം ദ സ്റ്റോറി. അപ്പോൾ നമ്മുടെ കഥയിലെ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഥ അറിയുന്ന കൂട്ടുകാർക്കാണ് ഇവർ ആരൊക്കെയാണെന്ന് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പോൾ അവർ ചെയ്ത പ്രവൃത്തികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, മാച്ച് ചെയ്യുക. മനസ്സിലായല്ലോ. ആഡഡ് ക്യാരറ്റ്സ്. ഫസ്റ്റ് ഇവിടെ നോക്കാം നമുക്ക്. ഓൾഡ് വുമൺ ഇവിടെ ഏതാ ചെയ്തത്? പുട്ട് ദ പോട്ട് ഓൺ ദ ഫയർ. ചട്ടി എടുത്തിട്ട് അടുപ്പിൽ വെച്ചു അല്ലേ. അടുത്തത് നോക്കൂ, ഫാമറാണ്. ഫാമർ എന്ത് ചെയ്തു? ബ്രോട്ട് ചിക്കൻ കൊണ്ടുവന്നു. അടുത്തത് നമ്മുടെ യങ് ലേഡി എന്ത് ചെയ്തു? ആഡഡ് ക്യാരറ്റ്സ് കൊണ്ടുവന്നിട്ട് നമ്മുടെ സൂപ്പിൽ ആഡ് ചെയ്തു. അടുത്ത് നമ്മുടെ മെയിൻ ക്യാരക്ടർ, നമ്മുടെ യങ് ട്രാവലർ എന്ത് ചെയ്തു? പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദ പോട്ട്. കല്ല്, അതെ, അയാളുടെ കയ്യിലുള്ള ആ മാജിക് സ്റ്റോൺ ആണോ അത്? ആണോ? അല്ല അല്ലേ. അപ്പൊ ആ സ്റ്റോണ് പോട്ടിലിട്ടു. ആരായിരുന്നു? യങ് ട്രാവലർ. ഓക്കെ, ഇതിലിപ്പോൾ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ലല്ലോ അല്ലേ. ആക്ടിവിറ്റി നല്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലേ. നമുക്ക് അടുത്ത ആക്ടിവിറ്റി ചെക്ക് ചെയ്ത് നോക്കിയാലോ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. It is as tasty as you could ever imagine, the traveler said. Read the expression underline. ഇവിടെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ് നോക്കുമ്പോൾ രണ്ടിടത്ത് as ഉണ്ട് അല്ലേ. എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഇതെന്താണ്? ടേസ്റ്റി ആയിരിക്കും അല്ലേ എന്നാണ് പറയണത്. കംപ്ലീറ്റ് ദ ഫോളോയിങ് യൂസിങ് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ ബോക്സ്. അപ്പോൾ ഇവിടെ ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് വേർഡ് ഇവിടെ ഏതാണോ വരിക അതെന്ത് ചെയ്യുക? മാച്ച് ആയിട്ട് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഏതൊക്കെ കൊടുത്തിരിക്കുന്നത്? ക്ലിയർ, സ്ലോ, ബിസി, ടോൾ, കോൾഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് ആസ് ഡാഷ് ആസ് എ ജിറാഫ്. ജിറാഫിനുള്ള പോലെ ആണ് സർക്കസിലുള്ള മാനിലുള്ളത്. അപ്പൊ എന്തായിരിക്കും ജിറാഫിനുള്ളത്? ഇവിടെ ക്ലിയർ, സ്ലോ, ബിസി, ടോൾ, കോൾഡ്. അപ്പൊ എന്താണ് നമുക്ക് ജിറാഫുമായിട്ട് കണക്ട് ചെയ്യുന്നത്? ടോൾ. ഏറ്റവും നീളം കൂടി ടോൾ നെക്കുള്ള അനിമൽ ആണ് അല്ലെ ജിറാഫ്. അപ്പൊ എന്താണ് നമുക്ക് എഴുതാം? ടോൾ എഴുതാം അല്ലെ. ദ മാൻ ഇൻ ദ സർക്കസ് ഈസ് എസ് ടോൾ ആസ് എ ജിറാഫ്. ജിറാഫിനെ പോലെ അത്രയും എന്താണ് ടോൾ ആണ് സർക്കസിലെ മാൻ. അടുത്ത ചോദ്യം, ദ ടീച്ചർ ഈസ് ആസ് ഡാഷ് ആസ് എ ബീ. അതെ, ബീനെ പോലെ. എന്താണ് ഇവിടെ ഉള്ളത്? ക്ലിയർ, സ്ലോ, ബിസി. ബി ആണ് എപ്പോഴും ബിസി ആയിട്ടുള്ളത് അല്ലെ, ബിസി. The water from the waterfall is as dash as crystal. ക്രിസ്റ്റൽ പോലെ എന്താണ്? ക്ലിയർ ആണ് വാട്ടർഫോളിലെ വെള്ളവും. അടുത്തത് 4ാമത്തെ ചോദ്യം, the cake is as dash as ice. ഐസ് പോലെ എന്താണ്? കോൾഡ് ആണ്, തണുത്തതാണ് കേക്കും. 5ാമത്തെ, the tortoise is as dash as a snail. സ്നെയിൽ വെച്ച ഒച്ചാണ്, ടോട്ടോയ്സ് വെച്ച ആമ. ഒച്ചിനെ പോലെ എന്താണ്? സ്ലോ ആണ് ടോട്ടോയ്സും. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം ആക്ടിവിറ്റി 3 ആണ്. Read the following passage. Rewrite the passage using other words from the textbook for the underlined ones. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾക്ക് പകരം നമ്മുടെ കഥയിൽ യൂസ് ചെയ്തിട്ടുള്ള വാക്കുകൾ ഏതാണോ അതെടുത്ത് എഴുതുക. പാരഗ്രാഫ് മാറ്റി എഴുതുക. മനസ്സിലായല്ലോ. നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ അണ്ടർലൈൻ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള വാക്കുകൾ കേട്ടോ. നമ്മളത് വായിക്കാം. 1 day a traveler arrived എന്നതിന് പകരം നമ്മുടെ കഥയിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? റീച്ച്ഡ് എ വില്ലേജ്. He was very tired ന് പകരം നമ്മുടെ കഥയിലുള്ള വാക്ക് എന്താ? exhausted after the long journey. He made stone soup with the help of an old woman and the villagers. The soup was delicious. delicious എന്നുള്ള വേർഡ് നമ്മുടെ ചാപ്റ്ററിൽ ഉണ്ട്. അത് കൂടാതെ നമുക്ക് വേറൊരു വേർഡ് എഴുതുകയാണെങ്കിൽ നമ്മുടെ കഥയിലുള്ളത് tasted good. They enjoyed the soup. One of the villagers asked the traveler for such a stone. Then the traveler said that it is just a നോർമലിന് പകരം എന്താണ് നമ്മുടെ കഥയിലുള്ളത്? ഓർഡിനറി സ്റ്റോൺ. നെക്സ്റ്റ് ആക്ടിവിറ്റി 4. It smells good.
it tastes good, it smells good and tastes good. ഇവിടെ രണ്ട് സെന്റൻസുകളെ നമ്മൾ ഒരു സെന്റൻസ് ആക്കി എഴുതാൻ നമ്മൾ ഏത് വാക്ക് ഉപയോഗിച്ചു? ആൻഡ്. കണ്ടില്ലേ? ആൻഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സെന്റൻസുകളെ നമ്മൾ ഈ സെപ്പറേറ്റ് ആയിട്ട് സെന്റൻസുകൾ കമ്പൈൻ ചെയ്തെഴുതി ചേർത്ത് എഴുതി. ഹിയർ ആൻഡ് ഇസ് എ ജോയിനിങ് വേർഡ്. അപ്പോൾ ജോയിനിങ് വേർഡ് ഏതാണ്? ആൻഡ്. കമ്പൈൻ ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് ആൻഡ്. അപ്പോൾ ഇതുപോലെ ഇവിടെ കാണുന്ന ഈ രണ്ട് സെന്റൻസുകളെ ചേർത്ത് ഒരു സെന്റൻസ് ആക്കി എഴുതുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ വിൽ ഗോ. I will get some carrots from my garden. എങ്ങനെ എഴുതാം? I will go and get some carrots from my garden. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, a young traveler had been walking all the day. He reached a small village. അപ്പോൾ എങ്ങനെ എഴുതാം? A young traveler had been walking all the day and he reached a small village. Okay. മൂന്നാമത്തെ ചോദ്യം, the soup is delicious. The soup is fulfilling. The soup is delicious and fulfilling. നാലാമത്തെ ചോദ്യം, he drank the soup. He continued his journey. എങ്ങനെ എഴുതാം? He drank the soup and continued his journey. അഞ്ചാമത്തെ ലാസ്റ്റ് വൺ, he was very hungry. He was exhausted. He was very hungry and exhausted. മനസ്സിലായല്ലോ? അപ്പോൾ ആൻഡ് ആണ് നമ്മുടെ ജോയിനിങ് വേർഡ്. അത് ഉപയോഗിച്ച് നമ്മൾ രണ്ട് സെന്റൻസുകൾ കമ്പൈൻ ചേർത്ത് എഴുതുന്നതാണ് നമ്മുടെ നാലാമത്തെ ആക്ടിവിറ്റി. അഞ്ചാമത്തെ ആക്ടിവിറ്റി, റീഡ് ആൻഡ് എൻജോയ്. റീഡ് ദ സ്റ്റോറി ഓഫ് ഹന്നാസ് ഫൺ സമ്മർ അഡ്വെഞ്ചർ വിത്ത് ചെറീസ്. അപ്പോൾ ചെറീസ്, നമ്മളൊരു കഥ ഇവിടെ കുറച്ച് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇമേജ് വരുന്നിടത്ത് അതിൻ്റെ വേർഡ് ഉപയോഗിച്ച് വായിക്കുക. മനസ്സിലായല്ലോ? One summer day, Hannah was playing in her room. Her father came home with a car full of cherries. Hannah's parents took the cherries out of the car and put them in the cherries എന്ന് വെച്ചാൽ ഫ്രൂട്ട് അല്ലേ? അപ്പോൾ ഒരു നിറയെ ഫ്രൂട്ട് ചെറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നയുടെ അമ്മ എന്ത് ചെയ്തു? അന്നയുടെ പാരൻസ് എന്ത് ചെയ്തു? ആ ചെറീസ് എടുത്തിട്ട് എന്ത് ചെയ്യണം? put them in the ഇതെന്താ? fridge. Hannah decided to build a big house by putting the cherries together on the floor. Then she took വേണമെങ്കിൽ big shelter അല്ലെങ്കിൽ big house എന്ന് എഴുതാം അല്ലേ? Then she took 2 cherries and made എന്താണത്? earrings for herself. She saw a എന്താണത്? She saw a plant അല്ലേ? She saw a plant by the window. She brought the cherries and hung them on its leaves. The plant was so beautiful that Hannah brought a camera to take a photo. Hannah distributed the cherries to all her neighbors. The neighbors gifted different fruits to Hannah. Now Hannah's fridge was full of different delicious fruits. Next, activity 6. I have chicken, said an old farmer. Now look at the picture below. ഇവിടെ എന്താ? ഫസ്റ്റ് ഈ ഗേൾ എന്താ പറയണത്? ഐ ആം നിത, ഐ ഹാവ് എ ട്രൈസൈക്കിൾ. ഞാൻ നിത, എനിക്കൊരു ട്രൈസൈക്കിൾ ഉണ്ട്. അടുത്ത കുട്ടി എന്താ പറയണത്? ദിസ് ഈസ് മൈ ഫ്രണ്ട്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ നിത പറയുകയാണ്, ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് പറയും? ദിസ് ഈസ് മൈ ഫ്രണ്ട് മിയ, ഷീ ഹാസ് എ പപ്പി. ഇത് എൻ്റെ കൂട്ടുകാരി മിയ, ഇവൾക്ക് ഒരു പപ്പിയുണ്ട്. അടുത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദിസ് ഈസ് പാൽ, ഹി ഹാസ് എ ക്യാമറ. ഇത് പാൽ, അവനൊരു ക്യാമറയുണ്ട്. അടുത്തത് രണ്ടുപേര് ഇപ്പം രണ്ട് കൂട്ടുകാർ രണ്ടുപേരുണ്ട്. അപ്പം അവർ സ്വയം പറയുകയാണ്, വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ കൂട്ടുകാരാണ്. വി ഹാവ് ഫ്ലവേഴ്സ്, ഞങ്ങൾക്ക് പൂക്കളുണ്ട്. അടുത്തത് എന്താണ്? വീണ്ടും നമ്മൾ മറ്റുള്ളവരെയാണ് പറയണത്. അതായത് ഒരാളുണ്ടെങ്കിൽ നമ്മൾ ദിസ് ഈസ് പറഞ്ഞു അല്ലേ? ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പം എന്താണ്? ദേ ആർ കസിൻസ്, അവരെ കസിൻസ് ആണ്. ദേ ഹാവ് ബുക്സ് ഇൻ ദെയർ ഹാൻഡ്, അവരുടെ കയ്യിൽ ബുക്സ് ഉണ്ട്. മനസ്സിലായല്ലോ? ഇനി ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് വിത്ത് ഹാവ് ഓർ ഹാസ്. ഇവിടെ നോക്കൂ, ഹാസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിൻ്റെ കൂടെ നമ്മൾ ഹാവ് ഉപയോഗിക്കണം. അതുപോലെ നമ്മൾ എന്താണ്? ഒരാളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹാസ് ആണ് വരുന്നത് അല്ലേ? ഷീൻ്റെ കൂടെയും ഹീൻ്റെ കൂടെയും നമ്മൾ എന്ത് ഉപയോഗിച്ചു? ഹാസ് ഉപയോഗിച്ചു. ഐൻ്റെ കൂടെയും വീൻ്റെ കൂടെയും ദെയിൻ്റെ കൂടെയും എന്ത് വരണം? ഹാവ് വരണം. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഐ ആണ്. അപ്പൊ എന്ത് വരണം? I have so much fun eating yummy fruits and colorful vegetables every day. അടുത്തത് we have to play active games to make our body strong. My friend Mia, ഒരാളെയാണ് അല്ലേ? Mia has a super power because she drank lots of water. My brother Paul, ഒരാളാണ്, അപ്പോൾ has വരും. Has a good habit of going to bed early. അടുത്ത വീണ്ടും they ആണ് വരുന്നത്, അപ്പോൾ have വരും. They have found that these healthy choices make us feel great and strong.
അടുത്തത് ആക്ടിവിറ്റി 7 ആണ്, അഡ്വർടൈസ്മെന്റ് ആണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ബിലോ. JSR ഫ്രൂട്ട് ഷോപ്പ് ഫോർ ഓൾ ടൈപ്പ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്. ഒരു പോസ്റ്റ്, ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. ദ വില്ലേജസ് ലേൺ ദാറ്റ് ഷെയറിംഗ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മുടെ കഥയിലെ വില്ലേജേഴ്സിന് എന്ത് മനസ്സിലായി? ഫുഡ് ഷെയർ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലായി. ദേ ഡിസൈഡഡ് ടു സെറ്റ് അപ്പ് എ ഫ്രീ ഫുഡ് കോർണർ ഇൻ ദ വില്ലേജ്. അപ്പോൾ അവരവരുടെ വില്ലേജിൽ ഫ്രീ ഫുഡ് കോർണർ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ദേ വോണ്ടഡ് എവറി വൺ ടു നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ ആ വിവരം എല്ലാവരും അറിയിക്കണം. മേക്ക് ആൻ അഡ്വർടൈസ്മെന്റ് ഫോർ ദ ഓപ്പണിംഗ് ഓഫ് എ ഫ്രീ ഫുഡ് കോർണർ. ഫ്രീ ഫുഡ് കോർണർ എന്ന് വെച്ചാൽ എന്താണ്? അതെ, ആർക്ക് വേണമെങ്കിൽ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ആർക്ക് വേണമെങ്കിൽ ഫുഡ് കഴിക്കുകയും ചെയ്യാം, കാശൊന്നും കൊടുക്കാതെ അല്ലേ. പ്രിപ്പയർ എ ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് ഫോർ ദ സെയിം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കുക. ഓക്കെ, നമ്മളിവിടെ തയ്യാറാക്കിയൊരു അഡ്വർടൈസ്മെന്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കുക. എന്താണ് ടോപ്പിക്? എന്താണ്? ഫ്രീ ഫുഡ് കോർണർ. ഓക്കെ, എട്ടാമത്തെ ആക്ടിവിറ്റി, ലെറ്റ്സ് മേക്ക് എ കേക്ക്. ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക്? Here are the steps to make a cake. Observe the pictures and write the steps in correct order to make a delicious cake. അപ്പോൾ ഇവിടെ ഓർഡറിലല്ല തന്നിരിക്കുന്നത്, ഇത് ഓർഡർ ആക്കിയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നോക്കൂ, ടേക്ക് 3 cups of flour, 3 eggs, sugar, milk and half cup of butter. എന്താ പറയണത്? അതെ, 3 കപ്പ് ഫ്ലോർ. ഫ്ലോർ എന്ന് വെച്ചാൽ എന്താണ്? പൊടി. അതിപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഉപയോഗിക്കുന്ന പൊടി ഏതാണോ ആ പൊടി. അതിപ്പം മൈദയാണെങ്കിൽ മൈദ, അതാണ് ഫ്ലോർ എന്ന് പറയുന്നത് കേട്ടോ. 3 മുട്ട എടുക്കുന്നു, ഷുഗർ പഞ്ചസാര എടുക്കുന്നു, പാലെടുക്കുന്നു, ഹാഫ് കപ്പ് ഓഫ് ബട്ടർ എടുക്കാൻ പറയാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഡെക്കറേറ്റ് ദ കേക്ക് അല്ലെ. ഡെക്കറേറ്റ്, അതായത് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. കേക്ക് ഡെക്കറേറ്റ് ചെയ്യണു. മൂന്നാമത്തേതിൽ പുവർ ഔട്ട് ദ ടഫ്. അതായത് നമ്മൾ മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? മൂന്നാമത്തെ ചിത്രത്തിൽ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് എന്ത് ചെയ്യാണ്? പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ് അല്ലെ. നാലാമത്തിൽ ആഡ് ഷുഗർ, പഞ്ചസാരയും അതുപോലെ തന്നെ പാലും ബട്ടറൊക്കെ മിക്സ്ചറിലേക്ക് ഇടുന്നു. അപ്പോൾ ഇത് ഒരു ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത് അല്ലേ. ചിത്രം നോക്കൂ, ബേക്ക് ദ കേക്ക് ഇൻ ദ ഓവൻ, ആഡ് എഗ്സ്, മിക്സ് ദ ഫ്ലോർ. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഓർഡറിൽ എഴുതുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. കറക്റ്റ് ഓർഡറിൽ എഴുതുക. അപ്പോൾ ആദ്യത്തെ എന്താണ്? ടേക്ക് 3 cups of flour. കണ്ടില്ലേ? 3 eggs, ഷുഗർ, മിൽക്ക് ആൻഡ് ഹാഫ് കപ്പ് ഓഫ് ബട്ടർ. അടുത്തത് എഴുതുക. അടുത്ത മിക്സ് ദ ഫ്ലോർ, നെക്സ്റ്റ് ആഡ് എഗ്സ്, ആഡ് ഷുഗർ, മിൽക്ക് ആൻഡ് ബട്ടർ ടു ദ മിക്സ്ചർ. അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക? 1 by 1 ആയിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അതാണ് ഈ ആക്ടിവിറ്റി. അടുത്ത 9ാമത്തെ ആക്ടിവിറ്റി, അൺസ്ക്രംബിൾ ദ ലെറ്റേഴ്സ് ടു ഫൈൻഡ് ദ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി. അത് നമ്മുടെ കഥയിലുള്ള ചില വാക്കുകളാണ് സ്പെല്ലിംഗ് മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓർഡർ തെറ്റിയിട്ടാണ് സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്നത്. കറക്റ്റ് ഓർഡറിൽ എഴുതുക. ഒന്നാമത്തെ വേർഡ് ഏതാണ്? സ്മോൾ. രണ്ടാമത്തെ എന്താണ് വേർഡ്? കോട്ടേജ്. നമ്മൾ ഒരു കോളത്തിൽ ഒരു ലെറ്റർ വരുന്ന പോലെ എഴുതുക കേട്ടോ. മൂന്നാമത്തത് എന്താ? നത്തിങ്. അടുത്തത് ട്യൂൺ. നെക്സ്റ്റ് ഹമ്മഡ്. അടുത്തത് ഡെലീഷ്യസ്. നെക്സ്റ്റ് ഒനിയൻ. അടുത്തത് യങ്. നെക്സ്റ്റ് പോക്കറ്റ്. ഇനി ആ റെഡ് കോളത്തിൽ വരുന്ന ലെറ്റേഴ്സ് അതേപടി ഓർഡറിൽ എഴുതുക. 1 2 3 എന്ന ഓർഡറിൽ എഴുതുക. സെലക്ട് ദ ലെറ്റേഴ്സ് ഫ്രം ദ റെഡ് ബോക്സസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സ് ഗിവൺ ബിലോ. എന്ത് വന്നു? സ്റ്റോൺ സൂപ്പ് വന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് 4ാമത്തെ യൂണിറ്റ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് സ്റ്റോൺ സൂപ്പിലെ എല്ലാ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്ന കരുതുന്നു. നമ്മൾ തുടർന്നുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.